ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? സോ ദിസ് വീഡിയോ ഇസ് ബേസിക്കലി നമ്മൾ നാട്ടിൽ പോവുകയാണ്. ഈ കാണുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ്. എനിക്ക് ട്രാവലിങ്ങിൽ ഏറ്റവും ഇഷ്ടം ഒന്ന് പാക്കിങ്ങും പിന്നെ ഒന്ന് ഫുഡിങ്ങും. ഞാൻ പാക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ് രണ്ടുപേരാട്ടോ. ഒന്ന് എൻ്റെ ഭർത്താവും ഒന്ന് എൻ്റെ കുട്ടിയും. ഏതൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകണം, ഉള്ള ഡ്രസ്സ് എടുത്തതാന്ന് പറഞ്ഞപ്പോൾ കബോർഡിലെടുത്ത എല്ലാ ഡ്രസ്സും എടുത്ത് തന്നിട്ടുണ്ട്. നമ്മളിത് ഓണത്തിനാട്ടോ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട്. ഇതാ അടുത്ത ആൾ എന്നെ പാക്ക് ചെയ്യാൻ വിടില്ല, എന്തെങ്കിലും ഒന്ന് വലിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെ ആ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അന്നേ ദിവസം രാത്രി നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്നാണ് നെക്സ്റ്റ് ദിവസം രാവിലെ ഞാനും നവീനും വാവിയും പിന്നെ അമ്മയും അച്ഛനും കൂടി ട്രാവൽ തുടങ്ങുന്നത്. എൻ്റെ കുട്ടീൻ്റെ മുഖം കണ്ടില്ലേ? അവൾക്ക് ഇത്തിരിയല്ല ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ട്രാവലിങ്. കുറേ നേരം വെറുതെ ഇരിക്കണ്ടേ, അതുകൊണ്ട് തന്നെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയപ്പം നമ്മൾ വിചാരിച്ച റെസ്റ്റോറൻറ്റിലല്ല കയറാൻ പറ്റിയത്, ബിക്കോസ് പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ കാരണം. എന്നാൽ പിന്നെ പോട്ടെ, ഉള്ള റെസ്റ്റോറൻറ്റിൽ കയറി വേഗം വയറ് നിറയ്ക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആവശ്യത്തിനുള്ളത് കഴിച്ച് ഉച്ചക്ക് നല്ല രീതിയിൽ കഴിക്കാമെന്ന് വെച്ചു. പക്ഷേങ്കിൽ അതൊരു സാറ്റർഡേ ആയിരുന്നു. സോ സാറ്റർഡേ യൂഷ്വലി നമ്മൾ നോൺ വെജ് കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല എന്നറിയാം. അവളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ബുക്കും കളറിങ് പെൻസിലും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടിക്ക് അതൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഓണത്തിന് പോകുന്നതുകൊണ്ട് ഞാൻ സാരിയൊക്കെ ഉടുക്കാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പച്ച കുപ്പിവള വേണം എന്ന് കുറേ പ്രാവശ്യമായി പറയുന്നത്. ഇപ്പോൾ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറിയത് മേടിച്ചു. ശരിക്കും നിർത്തിയത് എൻ്റെ കുട്ടിക്ക് ഒരു ബാറ്റ് ആൻഡ് ബോൾ മേടിക്കാനാ. പക്ഷേ എങ്കിൽ അവൾക്ക് എന്ത് മേടിച്ചാലും അപ്പം എനിക്ക് എന്തെങ്കിലും വേണം. സോ അങ്ങനെ. എന്തിനാ എനിക്ക് വേണ്ട? അത് പൊട്ടും. ആ മൈനൊന്നല്ല, ബോർഡ്. അമ്മയും മോളും കുറച്ച് കഴിയുമ്പോ നോക്കിക്കോ. പ്രശ്നം എന്താ വെച്ചാൽ അമ്മ പോയിട്ട് മോളുടെ സാധനം അടിച്ചു മാറ്റുന്നു. ആണോ ദേവു? നമ്മള് ഫ്രണ്ട്സ് അല്ലേ? അങ്ങനെയാ പോണ്ടേ? സ്പീഡില് പോണല്ലേ? അല്ലെങ്കിൽ സ്ലോലി. വെള്ളം കുടിക്കുമ്പോ സ്ലോലി പോണം. വെള്ളം കുടിച്ചു പോയില്ലത്തെ. ഇറക്ക് മുത്തച്ഛന് പുപ്പ് പറ്റിയാ? ആണോ? ആ മുത്തച്ഛൻ്റെ അടുത്ത് ഇഞ്ചക്ഷൻ വെക്കണോ ഡോക്ടറെ അടുത്ത്? ഓക്കെ. അവളാ ഡോക്ടർ. അങ്ങനെ നമ്മൾ കുറേ കളിച്ച് ചിരിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ച് നമ്മളങ്ങ് നാട്ടിലെത്തി. തലശ്ശേരി. അവർ നാട്ടിൽ വീടെടുത്തിട്ടുണ്ട്. സോ അവർ മിക്കവാറും അല്ല, മൊത്തത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. സോ ഇതാട്ടോ നമ്മളെ വീട്. ഒരു ഹോം ടൂറൊക്കെ നടത്തണം എന്നൊക്കെ വിചാരിച്ച് പോയതാ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം വേണം അതൊന്ന് ചെയ്യാൻ. സോ നമ്മളങ്ങനെ വീട്ടിലെത്തി. വീട്ടിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരാട്ടോ. അമ്മേൻ്റെ ഏട്ടന്മാരും കസിൻസും അങ്ങനെ കുറേ വരും. ഐ തിങ്ക് ഇറ്റ് വിൽ ബി നൈസ്. എന്ന് പറയുന്നത് കുറേ വർഷം നമ്മൾ ബാംഗ്ലൂരിൽ താമസിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് സെറ്റിൽ ആകുമ്പോൾ ഉള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് എൻ്റെ അമ്മക്ക് കാണും തോന്നുന്നു. അച്ഛന് കുഴപ്പമില്ല, അച്ഛൻ എപ്പോഴും നാട്ടിൽ ഷട്ടിലിംഗ് ആയിരുന്നു. പക്ഷേങ്കിൽ അമ്മക്ക് ഉണ്ടാവും. ബട്ട് അഗെയിൻ അത് യൂസ് ടു ആവുമായിരിക്കും. ഇത് നമ്മൾ കേരുപാട് നമ്മൾ ദേവു ബേബീൻ്റെ ബാറ്റും ബോളൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി കേട്ടോ. പുതിയൊരു സ്ഥലമല്ലേ, ആദ്യമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. സോ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് അവളെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ തുടങ്ങി അവൾ. പിന്നെ ദേവു ബേബീൻ്റെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും കളിക്കാൻ തുടങ്ങി അത് തന്നെ അവൾക്ക് കളിച്ചുകൊണ്ടിരിക്കണം. സോ നമ്മളെത്തി ദേവു ബേബീനെ ഒന്ന് സെറ്റാക്കി. തൊട്ടപ്പുറത്താട്ടോ മാമൻ്റെ വീട്, അമ്മേൻ്റെ ഏട്ടൻ്റെ വീട്.
സോ അമ്മുമ്മ നമുക്ക് വേണ്ടിയിട്ട് നല്ല കപ്പിയും ചമ്മന്തിയൊക്കെ ആക്കി നെയ്യപ്പാക്കി. സോ അതൊക്കെ ഒന്ന് തട്ടിവിടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. വയറിലൊട്ടും സ്ഥലമില്ലായിരുന്നു. 3 മണിക്കാണ് നമ്മളുടെ ലഞ്ചൊക്കെ കഴിച്ചത്. പക്ഷെ എന്നാലും കപ്പിയും ചമ്മന്തിയും, അവിടുത്തെ ചമ്മന്തി അത് ഒരു എല്ലാത്തിനും കാട്ടും ഇഷ്ടം എനിക്ക് അവിടുത്തെ ചമ്മന്തി കേട്ടോ. പിന്നെ കഴിച്ചുകൊണ്ട് അമ്മയും അമ്മമ്മയും അമ്മായിയും മാമനൊക്കെ കൂടി ലോകകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി രാത്രിക്ക് ഡിന്നറിന് കാണാം എന്ന് പറഞ്ഞ് അന്നത്തെ ഡേ എൻഡാക്കി. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.